ഇന്ന് ദുർഗാഷ്ടമി ആയതുകൊണ്ടും പിന്നെ തിരക്കിലെ സായതുകൊണ്ട് ഞാൻ നേരെ അമ്പലത്തിലേക്കാട്ടോ പോകുന്നു. അമ്പലത്തിലെത്തി അവിടെ കുറിയും ചന്ദനവും ഭസ്മലിട്ട് അപ്പളേക്കും വെച്ച് ഒന്നരണ്ട് ഫിച്ചക്കും കൂടി നടത്തിയേക്കാം. ഇതാട്ടോ ഇന്നത്തെ അമ്പലത്തിലെ ഫിച്ചക്ക്. അമ്പലത്തിലായതുകൊണ്ട് തന്നെ ഞാൻ അധികം മുണ്ട് മാടിക്കുത്തയില്ല, ഇതേപോലെ അരക്കിറിക്ക് വെക്കണം. അച്ഛൻ്റെ അടുത്ത് പഠിച്ചതാണ്. അതിൽ പിന്നെ ഞാൻ രാവിലത്തെ ഉഷപ്പൂജക്ക് ഉച്ചപ്പൂജക്കുള്ള നേദ്യം വെച്ച് കിടക്കാൻ തുടങ്ങി. പിന്നെ അഭിഷേകത്തിനപ്പുറം നേദിക്കേണ്ട മലട്ടും ത്രിമധുരം എടുത്ത് വെച്ച് പിന്നെ നേദ്യം വന്ന് തുടങ്ങിയ പിന്നെ അത് പാത്രത്തിലേക്ക് ഊരി രാവിലെ ഉച്ചപ്പൂജക്കില്ല ഉഷപ്പൂജക്കില്ല നേദിയായിട്ടാണ് വരുന്നത്. എല്ലാ പ്രാവശ്യം നേദ്യം വരുമ്പോൾ എൻ്റെ കൈ പൊള്ളുമെങ്കിലും ഇന്നെന്തോ ഭയത്തിന് പൊള്ളിയില്ല. നേദ്യം വരിക പിന്നെ പായസത്തേക്കില്ല പരിപാടിയൊക്കെ ബെല്ലോട്ട് പായസം ഇളക്കാൻ തുടങ്ങി. അച്ഛൻ ഈ അമ്പലത്തിൽ ശാന്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ശനി ഞായറിൽ ഈ അമ്പലത്തിൽ പോകട്ടാ. ഞാനൊരു ഹെൽപ്പിന് പോകുന്നതാണ്. അച്ഛനാണ് ഇവിടുത്തെ മെയിൻ പൂജാരി. പിന്നെ അതിന് ശേഷം ഞാൻ ത്രിമധുരവും നെയ്യും പിന്നെ രാവിലെ അഭിഷേകത്തിന് കഴിച്ചതും എല്ലാം എടുത്തു വെച്ച് അപ്പോഴേക്കും പായസമായി. പായസത്തിലേക്ക് നെയ്യ് വെച്ച് ഇളക്കി. എന്നെ ഈ അമ്പലത്തിൽ കാണുന്ന ഒട്ടുമിക്കവർക്കും അറിയായിരിക്കും ഞാൻ ഈ മാല ഇങ്ങനെ എടുത്ത്. കാരണം എനിക്കതാവുന്നൊരു കംഫർട്ട്. താത്തിടുമ്പോൾ ഒരു സുഖം കിട്ടില്ല. അതിനുശേഷം ഞാൻ ഈ തീർത്ഥത്തിന് കുപ്പി വെച്ചവർക്ക് തീർത്തെല്ലാം കൊടുത്ത് അതുപോലെ ഗണപതിയമ്മത്തിൻ്റെ കുറി കൊട്ടിച്ച എന്നിട്ട് അതും തൊട്ട് ആയി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ പിന്നെ പറയാം.